സ്നേഹം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എത്രമാത്രം പറയുന്നു എന്നതല്ല, മറിച്ച് ആ സ്നേഹം എത്രത്തോളം യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുന്നതാണ്. ഇന്ന് സ്നേഹം പലപ്പോഴും വികാരങ്ങൾ, ശാരീരിക ആകർഷണം അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടം എന്നിവയാൽ നിർവചിക്കപ്പെടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളും വിനോദങ്ങളും പ്രണയത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ താൽക്കാലികവും സ്വയകേന്ദ്രീകൃതവും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന വികാരവുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആ സ്നേഹം ജീവനെടുക്കുന്നതും മുറിവുണ്ടാക്കുന്നതുമാണ്. എന്നാൽ യേശു പറഞ്ഞതും പങ്കുവച്ചതുമായ സ്നേഹം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അതെ, യേശുവിന്റെ സ്നേഹം ത്യാഗപരവും നിരുപാധികവും നിസ്വാർത്ഥവുമാണ്. സാക്രിഫിഷ്യൽ, അൺകണ്ടീഷണൽ ആൻഡ് സെൽഫ്ലെസ്. ലൗകിക സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നവയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് നാം നൽകുന്നവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യേശുവിനെ പോലെ സ്നേഹിക്കണമെങ്കിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ലവ് അൺകണ്ടീഷണലി. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതെ, ഉപാധികളില്ലാത്ത സ്നേഹം. അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. നമുക്ക് എന്ത് നേടുവാൻ സാധിക്കുമെന്നുള്ളതല്ല, എന്ത് കൊടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം. യേശുവിന്റെ സ്നേഹം അത് സജീവമാണ്. ലവ് ആക്റ്റീവ്ലി. യേശു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, തന്റെ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്നേഹം അത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്. അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. അത് സജീവമായി നിലനിൽക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹത്തിന് ലോകം നൽകുന്ന നിർവചനത്താൽ വഞ്ചിക്കപ്പെടരുത്. നിസ്വാർത്ഥതയോടും പ്രതിബദ്ധതയോടും പ്രവർത്തനത്തോടും കൂടി ക്രിസ്തു നമ്മെ പരിധിയില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാം. ലോകം സുന്ദരമാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.